അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 16 ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ശ്രീമദ് ദേവി ഭാഗവതം അധാ ചതുർത്ഥസ്കന്ധ തൃതീയോധ്യായ. വ്യാസ ഉവാച കാരണാനി ബഹൂന്യത്രാപ്യവതാരേ ഹരേ കില സർവേഷാം ചൈവ ദേവാനാമംശാവതരണേഷ്വപി വസുദേവാവതാരസ്യ കാരണം ശൃണു തത്വതാം ദേവക്യാശ്ചൈവ രോഹിണ്യാം അവതാരസ്യ കാരണം ഏകദാ കശ്യപഃ ശ്രീമാൻ യജ്ഞാർത്ഥം ധേനുമാഹരൽ യാചിതോയം ബഹുവിധം ന ദദൗ ധേനുമുത്തമാം വരുണസ്തു തതോ ഗത്വാ ബ്രഹ്മാണം ജഗതപ്രഭും പ്രണമ്യോവാച ദീനാത്മാ സ്വദുഃഖം വിനയാന്വിതാം കിം കരോമി മഹാഭാഗ മത്തോസൗ ന ദദാതി ഗാം ശാപോ മയാ വിസൃഷ്ടോസ്മൈ ഗോപാലോ ഭവ മാനുഷേ ഭാര്യേ ദ്വേ അപി തത്രൈവ ഭവേതാം ചാതിദുഃഖിതേ യതോ വത്സാ രുദന്ത്യത്ര മാതൃഹീനാ സുദുഃഖിതാം മൃതവത്സാദിതിസ്തസ്മാൽ ഭവിഷ്യതി ധരാതലേ കാരാഗാരനിവാസാ ച തേനാപി ബഹുദുഃഖിതാം. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം തസ്യ യാദോനാഥസ്യ പത്മഭൂ സമാഹൂയ മുനിം തത്ര തമുവാച പ്രജാപതി കസ്മാത് ത്വയാ മഹാഭാഗാ ലോകപാലസ്യ ധേനവാ
ഹൃതാ പുനർനദത്താശ്ച കിമന്യായം കരോഷി ച ജാനന്യായം മഹാഭാഗ പരവിത്താപഹാരണം കൃതവാൻ കഥമന്യായം സർവജ്ഞോസി മഹാമതേ. അഹോ ലോഭസ്യ മഹിമാ മഹതോപി ന മുഞ്ജതി ലോഭം നരകദം നൂനം പാപാകാരമസമ്മതം. കശ്യപോപി ന തം ത്യക്തും സമർത്ഥ കിം കരോമ്യഹം സർവദൈവാധികസ്തസ്മാല്ലോഭോ വൈ കൽപ്പിതോ മയാ. ധന്യാസ്തേ മുനേ ശാന്താജിതോ യൈർലോഭ ഏവ ച വൈഘാനസൈ ശമപരൈ പ്രതിഗ്രഹപരാങ്മുഖൈ സംസാരേ ബലവാൻ ശത്രുർലോഭോ മേധ്യോവരഃ സദാ. കശ്യപോപി ദുരാചാര കൃതസ്നേഹി ദുരാത്മന ബ്രഹ്മാപിതം ശശാപാധ കശ്യപം മുനിസത്തമം. മര്യാദാരക്ഷണാർത്ഥം ഹി പൗത്രം പരമവല്ലഭം. അംശേന ത്വം പൃഥിവ്യാം വൈ പ്രാപ്യ ജന്മ യദോകുലേ ഭാര്യാഭ്യാം സംയുതസ്തത്ര ഗോപാലത്വം കരിഷ്യസി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ ഭാഷാഗാനമായി പാടി സമർപ്പിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ദേവന്മാർ തൻ അംശാവതാരത്തിനോരോ ഹേതുവുണ്ട്, ഹരിയുടെ കാര്യത്തിലും കാരണമുണ്ട്. വസുദേവ ജന്മത്തിനു കാരണത്തെ അറിയുക, അതുപോൽ ദേവകി രോഹിണിമാരുടെയും. കശ്യപനോ യജ്ഞത്തിനായി വരുണന്റെ പശുവിനെ മോഷ്ടിച്ചല്ലോ യാചിച്ചിട്ടും തിരിച്ചെകില. വരുണനോ ബ്രഹ്മാവിൻ്റെ സമീപത്തു ചെന്നു, പിന്നെ ദൈന്യതയോടവേ തൻ്റെ ദുഃഖം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കശ്യപനൻ ധേനുവിനെ കട്ടെടുത്തു പലവിധം, യാചിച്ചിട്ടും തിരിച്ചേകാൻ കൂട്ടാക്കുന്നില്ല. മനുഷ്യനായി പിറന്നിട്ടു പശുപാലകനായിട്ടു കഴിയട്ടെ എന്നു ഞാനും ശപിച്ചുവല്ലോ. ആ സമയം ദുഃഖിതരായി 2 ഭാര്യമാരുണ്ടാകും, പൈക്കുട്ടികൾ അമ്മയില്ലാതെ കേഴുന്നല്ലോ. അതിഥിയോ ഭൂമി തന്നിൽ പുത്രന്മാർ മരിച്ച ദുഃഖം അനുഭവിച്ചിടും, കാരാഗൃഹത്തിലാവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ജലദേവൻ വരുണന്റെ വാക്കുകേട്ടു നാൻമുഖനോ കശ്യപനെ വിളിച്ചു വരുത്തി ചോദിച്ചു. വരുണന്റെ പശുക്കളെ മോഷ്ടിച്ചു ഭവാനും
പിന്നെ ചോദിച്ചിട്ടും കൊടുത്തില്ല, അന്യായം തന്നെ. ന്യായമറിയുന്നവർ താൻ അന്യായം ചെയ്യുന്നതെന്തേ? പരവിത്താപഹരണം അന്യായമല്ലേ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ലോഭത്തിന്റെ പിടിയിലായി മഹാന്മാരും വീണിടുന്നു. ലോഭം നരകപ്രദം താൻ, പാപം നിന്ദ്യവും. കശ്യപനും ലോഭി തന്നെ, ഞാനിനി എന്തു ചെയ്യണ്ടു? ലോകത്തിൽ ലോഭം താനല്ലോ എത്രയും മീതേ. വൈഖാനസർ ശമമുള്ള പ്രതിഗ്രഹം മോഹിക്കാത്ത മുനിമാരാണല്ലോ ലോഭം ത്യജിച്ച ധന്യ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിന്ദ്യനും നികൃഷ്ടനുമാം ശത്രുവല്ലു ലോഭം നൂനം. കശ്യപനെ പോലും അതു ദൂഷിപ്പിച്ചല്ലോ. തൻ്റെ പൗത്രൻ കശ്യപനെ ധർമ്മരക്ഷണത്തിനായി താമര സംഭവനപ്പോൾ ശപിച്ചുവല്ലോ. ഭൂമിയിൽ ഗോപാലനായി യാദവനായി പിറക്കട്ടെ, ഭാര്യമാരോടു കൂടി നീ അടുത്ത ജന്മം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് വൈശാഖത്തിൻ്റെ പുണ്യദിനത്തിൽ ആരംഭിക്കുമ്പോൾ ഇന്നത് 328ാമത്തെ ദിവസമാണ്. ശ്രീമദ് ദേവി ഭാഗവതം 4ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ 1ാമത്തെ ശ്ലോകം മുതൽ 16 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. ഇപ്പതാ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ പ്രഭാഷണ രൂപത്തിൽ സമർപ്പിക്കുന്നത്. അതിഥിയുടെ ശാപകഥയാണ് വേദവ്യാസൻ ജനമേജയന് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുകയാണ്. കാരണാനി ബഹൂന്യത്രാപ്യവതാരേ ഹരേ കില സർവേഷാം ചൈവ ദേവാനാം അംശാവതരണേഷ്വപി. ദേവന്മാരുടെ എല്ലാം അംശാവതാരത്തിന് ഓരോ കാരണമുള്ളതുപോലെ ഹരേ, ആ ഹരിയുടെ, ശ്രീഹരിയുടെ ഈ അവതാരത്തിനും പല പല കാരണങ്ങളുണ്ട്. ഏതവതാരത്തിന്? കൃഷ്ണാവതാരത്തിന്.
വസുദേവാവതാരസ്യ കാരണം ശൃണു തത്വത. വസുദേവരുടെ ജനനത്തിന്, അവതാരത്തിനുള്ള യഥാർത്ഥമായ കാരണം എന്താണ് എന്ന് കേട്ടോളൂ. ശൃണു. ദേവക്യാശ്ചൈവ രോഹിണ്യാവതാരസ്യ കാരണം. അതേപോലെ തന്നെ ദേവകിയുടെയും രോഹിണിയുടെയും ജനനത്തിന് അല്ലെങ്കിൽ അവതാരത്തിനുള്ള കാരണവും മനസ്സിലാക്കൂ. എന്താ ആ കാരണം? ഏകദാ കശ്യപ ശ്രീമാൻ യജ്ഞാർത്ഥം ധേനുമാഹരൽ. ഒരിക്കൽ കശ്യപ പ്രജാപതി യജ്ഞത്തിനു വേണ്ടിയിട്ടാണെങ്കിൽ പോലും വരുണന്റെ പശുവിനെ അപഹരിച്ചു. യാചിതോയം ബഹുവിധം ന ദദൗ ധേനുമുത്തമം. വരുണൻ വന്ന് പല വിധത്തിൽ യാചിച്ചുവെങ്കിലും ആ ഉത്തമമായ പശുവിനെ തിരിച്ചു കൊടുക്കാൻ കശ്യപൻ തയ്യാറായില്ല. വരുണസ്തു തതോഗത്വാ ബ്രഹ്മാണം ജഗതപ്രഭു. അപ്പോൾ വരുണൻ എന്ത് ചെയ്തു? ചോദിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ജഗത്പ്രഭുവായ ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി ബ്രഹ്മാവിനോട് പറഞ്ഞു. പ്രണമ്യാവാച ദീനാത്മാ സ്വദുഃഖം വിനയാന്വിതാം. പ്രണമ്യോവാച, നമസ്കരിച്ചതിന് ശേഷം ഉവാച പറഞ്ഞു. ദീനാത്മാ സ്വദുഃഖം വിനയാന്വിത. ദീനമനസ്കനായിരിക്കുന്ന വരുണൻ തൻ്റെ ദുഃഖത്തെ വളരെ വിനയത്തോടുകൂടി വിനയപുരസരം ബ്രഹ്മാവിനെ അറിയിച്ചു. കിം കരോമി മഹാഭാഗ മത്തോസൗ ന ദദാതി ഗാം ശാപോ മയാ വിസൃഷ്ടോസ്മൈ ഗോപാലോ ഭവമാനുഷേ. മഹാഭാഗ, ഉന്മത്തനായ ആ കശ്യപൻ അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ ധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. ഞാൻ യാചിച്ചു അവിടെ പോയി, എന്നാൽ അതിനെ തിരിച്ചു തന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? മനുഷ്യനായി പിറന്ന് പശുപാലകനായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആ കശ്യപനെ ശപിക്കുകയും ചെയ്തു. ഭാര്യേദ്വേ അഭി തത്രൈവ ഭവേതാം ചാതി ദുഃഖിത യഥോ വത്സാരുദന്ത്യത്ര മാതൃഹീന സുദുഃഖിത. ആ മനുഷ്യജന്മത്തിലും അങ്ങക്ക് 2 ഭാര്യമാരുണ്ടാവട്ടെ. കാരണം പൈക്കിടാങ്ങൾ തള്ളയില്ലാത്തവരായി കേഴുകയാണ്. ഇപ്പം തൻ്റെ പശുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ പശുക്കുട്ടികള് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അതേപോലെ അതുകൊണ്ട് മൃതവത്സാദിതി തസ്മാൽ ഭവിഷ്യതി ധരാതലെ. അതുകൊണ്ട് അതിഥി ഭൂമിയിൽ ജനിച്ച് കുഞ്ഞുങ്ങൾ മരിച്ച മാതാവായിട്ട് തീരും. ഈ പശുക്കുട്ടികളുടെ ദുഃഖം അറിയാതെയല്ലേ കശ്യപൻ ഇങ്ങനെ ചെയ്തത്? അതേപോലെ തന്നെ കാരാഗാര നിവാസാച തേനാഭി ബഹുദുഃഖിത. അതേപോലെ കാരാഗൃഹത്തിൽ കിടന്ന് അനവധി അത്യധികം ദുഃഖം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. വ്യാസം പറയുന്നു, തച്ഛുത്വാവചനം തസ്യ യാദോനാഥസ്യ പത്മഭൂ. യാദോനാഥൻ അതാരാ? വരുണൻ. വരുണന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് പത്മത്തിൽ നിന്നും താമരയിൽ നിന്നുണ്ടായ കമലഭൂവായിരിക്കുന്ന കമലജനായിരിക്കുന്ന ആ ബ്രഹ്മാവ്, പത്മജ ബ്രഹ്മാവ് സമാഹൂയ മുനിം തത്ര തമുവാച പ്രജാപതി. ആ മുനിയെ വിളിച്ചു, കശ്യപ പ്രജാപതിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, കസ്മാത്വയാ മഹാഭാഗാലോകപാലസ്യ ധേനവ ഹൃത പുനർന ദത്താശ്ചാകിമന്യായം കരോഷിച്ച. ഹേ മഹാഭാഗ, കശ്യപനോട് പറയുകയാണ്, ലോകപാലനായിരിക്കുന്ന ആ വരുണന്റെ ഗോക്കളെ അങ്ങ് അപഹരിച്ചു ഇല്ലേ? അദ്ദേഹം വന്ന് യാചിച്ചിട്ടും തിരിച്ചു കൊടുത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്യായം ചെയ്തത്? ജാനന്യായം മഹാഭാഗ പരവിത്താപഹാരണം. ന്യായം അറിയുന്ന അങ്ങ് മറ്റൊരാളുടെ വസ്തുവിനെ, ധനത്തെ അപഹരിക്കുക എന്നത് അന്യായമല്ലേ? കൃതവാൻ കഥമന്യായം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്യായം ചെയ്തത്? സർവജ്ഞോസി മഹാമതെ, അങ്ങ് എല്ലാം അറിയുന്ന ആളാണല്ലോ, എന്നിട്ടും എന്താണ് ഇങ്ങനെ ഒരു അന്യായം ചെയ്തത്? അഹോ ലോഭസ്യ മഹിമാ മഹതോപിത മുഞ്ചതി. ലോഭത്തിന്റെ, അത്യാഗ്രഹത്തിന്റെ പിടിയിൽ നിന്ന് മഹാത്മാക്കൾ പോലും രക്ഷപ്പെടുന്നില്ല. അഹോ, കഷ്ടം, അത്ഭുതം, വിചിത്രം. ലോഭം നരകദം നൂനം പാപാകാരം അസമ്മതം. ലോഭം എന്ന് പറയുന്നത് നരകത്തെ നൽകുന്നതാണ്. അത് പാപത്തിന്റെ ഉറവിടമാണ്, നിന്ദ്യമാണ്. കശ്യപോപി നതം ത്യക്തും സമർത്ഥ കിം കരോമ്യഹം. കശ്യപനും ലോഭത്തെ ഉപേക്ഷിക്കാൻ ശക്തനല്ല. ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ട് എല്ലാത്തിനും മീതയാണ്
ഞാൻ ലോഭത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. സർവദൈവാധികസ്തസ്മാൽ ലോഭോ വൈ കൽപ്പിതോ മയാ ധന്യാസ്തേ മുനയ ശാന്ത ജിതോയൈർ ലോഭ ഏവച വൈഘാനസൈ ശമപരൈ പ്രതിഗ്രഹ പരാങ്മുഖി. വൈഘാനസന്മാര്, ശമം ശീലിച്ച ആളുകള്, പ്രതിഗ്രഹത്തിൽ വിമുഖന്മാരായിട്ടുള്ള മുനിമാരാണ് ലോഭത്തെ ത്യജിച്ചവർ. അവരാണ് ഈ ലോകത്തിൽ ധന്യരായിട്ടുള്ള ആളുകൾ. ലോഭത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നവരാണ് ലോകത്തിൽ ധന്യർ. സംസാരേ ബലവാൻ ശത്രുർ ലോഭോമേധ്യോ വര സദാ. സംസാരത്തിലെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ അമേധ്യവുമായിരിക്കുന്ന ശത്രുവാണ് ലോഭം. കശ്യപോപി ദുരാചാര കൃതസ്നേഹി ദുരാത്മന. ദുരാത്മാവായ ആ ശത്രു ലോഭം സ്നേഹവാനായ കശ്യപനെയും ദുഷിപ്പിച്ചു കളഞ്ഞു. ലോഭം വന്നതുകൊണ്ട് ശ്രേഷ്ഠനായ കശ്യപനും നിന്ദ്യനായി മാറി. ബ്രഹ്മാപി തം ശശാപാധ കശ്യപം മുനിസത്തമം മര്യാദാരക്ഷണാർത്ഥം ഹി പൗത്രം പരമവല്ലഭം. തൻ്റെ പൗത്രനായ മുനിശ്രേഷ്ഠനായ കശ്യപനെ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ബ്രഹ്മാവും ശപിച്ചു. അല്ലേ? മര്യാദാരക്ഷണാർത്ഥം, മര്യാദ രക്ഷിക്കാൻ, ആ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ബ്രഹ്മാവും ശപിച്ചു. അംശേനത്വം പൃഥിവ്യാം വൈ പ്രാപ്യ ജന്മ യദോകുലേ ഭാര്യാഭ്യാം സംയുതസ്തത്ര ഗോപാലത്വം കരിഷ്യസി. അങ്ങും അംശം കൊണ്ട് ഭൂമിയിൽ യദുകുലത്തിൽ ജനിച്ച് ഭാര്യമാരോടുകൂടി അവിടെ പശുപാലകനായിട്ട് തീരട്ടെ എന്ന് ശപിക്കുന്ന ആ 16-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഈ വൈശാഖ മാസത്തിലെ ആദ്യ ദിനത്തെ ഈ വാക്കുകളാകുന്ന അക്ഷരപൂജയെ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ വൈകുന്നേരം മാഹാത്മ്യത്തോടുകൂടി പാലക്കടുത്ത് പുലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ് എന്നുള്ള വിവരം കൂടി എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു. പറ്റുന്നവരൊക്കെ അവിടേക്ക് എത്തിച്ചേരുക. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.